കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ലൈംഗിക വിജയമാണ്. ബാക്കിയുള്ളതൊക്കെ അണ്ണാച്ചിയും പെണ്ണുങ്ങളും കൂടി റോഡ് സൈഡിൽ കൂടെ ക്യാബിന് കുഴി ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരത്ത് പോലെ തല്ലൂടിന് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ നാളെ എന്തായാലും സേലത്തേക്ക് വണ്ടി കയറാൻ സാധ്യത ഉണ്ട്, ഇനി ഇവിടെ നിൽക്കൂല. രാത്രി ഏതെങ്കിലും പീഡിയക്കൊലയുമ്പോൾ ഓല ഒന്ന് കടന്നിറങ്ങിങ്ങാണ്ട് രാവിലെ നീച്ച് വരുമ്പോൾ പിന്നെയും പുതിയ എണ്ണമായിട്ടുണ്ടാവും. കുടുംബജീവിതത്തിൻ്റെ വിജയം ലൈംഗികതയുടെ വിജയമാണ്. എന്നാൽ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്ന് ജന്മന അറിയും. പക്ഷേ മനുഷ്യന് മാത്രം അത് പഠിക്കേണ്ടതുണ്ട്. ആരെ പഠിപ്പിച്ചത്? നമുക്കാരാ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? അതൊരു വിഷയം തന്നെയല്ലേ? ഇതൊരു വിഷയം തന്നെയാണ്. ബാക്കി എന്നും ബിരിയാണി ഉണ്ടായി, ലൈംഗിക ബന്ധം സുഖകരം അല്ലെങ്കിൽ ഒരു കാര്യം ആ ബിരിയാണി കൊണ്ടില്ല. എന്നും മന്തിയാണ്, ചിക്കൻ മന്തി. ലൈംഗിക ജീവിതം വിജയമല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ വിജയമാണ്. ആരും പഠിപ്പിച്ചില്ല. എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒക്കൊപ്പം എല്ലാവർക്കും അറിയണല്ലേ എന്ന് തീരുമാനിച്ചിട്ട് കുട്ടികളെ പറഞ്ഞയച്ചില്ല. ഇതിപ്പോ എന്തായാലും വാപ്പാരുമാരും കേൾക്കുമല്ലോ. നിർബന്ധമായും നമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും പഠിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനമാണ്. മനുഷ്യന് ഒരു വിഷയവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ലൈംഗിക ബന്ധം അങ്ങനെ തന്നെയാണ്, പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കുടുംബജീവിതത്തിൽ ബാക്കി എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഫോർച്യൂണർ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അങ്ങാടി പോയി വരാന് ഇന്നോവ വേറുണ്ട്, അതുകൊണ്ടൊന്നും കുടുംബജീവിതം നിലനിൽക്കൂല. 3800 സ്ക്വയർ ഫീറ്റ് ഉള്ള പേരുണ്ട്, അതുകൊണ്ട് നിൽക്കൂല. ലൈംഗിക ജീവിതം സുഖകരമാണോ? പീഡിയക്കൊലയുമേ ഒരു താർപ്പായി ഉണ്ടായാലും കുടുംബജീവിതം നിലനിൽക്കും. കുടുംബജീവിതം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം ലൈംഗിക ജീവിതമാണ്. ആരും പഠിപ്പിച്ചില്ല, ആരും പഠിച്ചില്ല. ചോദിക്കാൻ പാടില്ല എന്ന് നമ്മളെ തീരുമാനം.